അവിടെ വരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു സ്പോർട്സ് മീറ്റ് ഇനോഗ്രേറ്റ് ചെയ്തത്. അത് സ്പോർട്സിൽ നമ്മൾ വന്നത് കഴിഞ്ഞ 12 വർഷമായിട്ടാണ്. എസ്പെഷ്യലി നമ്മൾ SRVC എന്ന് പറഞ്ഞ ഒരു NGO, എൻ്റെ കൊല്ലീഗ് MC റോയ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ പേര്? റോയ് സർ എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൻഡിൻ്റെ വളരെ അന്നത്തെ വളരെ സപ്പോർട്ടീവായിരുന്നു. റോയ് ഞാനും ഈ സ്പോർട്സിലേക്ക് ഇറങ്ങാൻ മെയിൻ കാരണം നമുക്ക് ഈ കൊച്ചു പിള്ളേരെ ഏറ്റവും യങ്ങസ്റ്റ് ഗ്രൂപ്പിന് എങ്ങനെ ഒരു ബോൾ തട്ടി അല്ലെങ്കിൽ കൈ പിടിച്ച് നടക്കാതെ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരാനായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിനകത്ത് ടീച്ചേഴ്സും സ്കൂളിലും കുറേ റോളുണ്ട്. ആക്ച്വലി നമ്മുടെ ടീം തുടങ്ങുന്നത് തന്നെ ബ്ലൈൻഡ് സ്കൂളിൽ വെച്ചാണ്. അപ്പം ഞാനിവിടെ വരുന്നത് ആക്ച്വലി ഒരു നിമിത്തം പോലെയാണ്. ബിക്കോസ് ഒരു ബ്ലൈൻഡ് സ്കൂളിലെ ഒരു സ്പോർട്സ് മീറ്റിൻ്റെ ഒരു ഇനോഗ്രേഷൻ എന്ന് പറയുമ്പം അത് പെർഫെക്റ്റ് മിക്സാണ്. എൻ്റെ കഴിഞ്ഞ 22 വർഷമായിട്ടുള്ള യൂഷ്വലി ബ്രൈഡായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ പിള്ളേർക്ക് സ്കൂൾ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം അത് നോക്കിയിട്ടായിരുന്നു ഞാൻ റോയും ഈ SRVC തുടങ്ങുന്നത്. അത് കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു ഓർക്കസ്ട്ര ഉണ്ട്. ഓർക്കസ്ട്ര ഈയിടെയായിട്ട് നമ്മുടെ ആസ്റ്റർ ഹോസ്പിറ്റലിലും പല വേദിയിലും അവർ കളിക്കുന്നു. ഞങ്ങൾക്കൊരു കോൾ സെൻറ്റർ ഉണ്ട്. അതിനകത്ത് പിള്ളേർക്ക് ജോലി കൊടുക്കാൻ, അതായത് അലുമിനൈ ഇവിടുത്തെ തന്നെ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന പിള്ളേർക്ക് തന്നെ കുറച്ച് പേരുണ്ട് അവിടെ. അതിനു മുമ്പേ ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. ടോമി അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അത് ഞങ്ങൾ ഇൻഫോ പാർക്കിൽ നടത്തി. അത് കഴിഞ്ഞിട്ടാണ് ഈ കോൾ സെൻറ്റർ. ബിക്കോസ് കൂടുതൽ പിള്ളേർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാവർക്കും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ എല്ലാവർക്കും. ഫോണുള്ള സ്ഥിതിക്ക് നമുക്ക് പിന്നെ കമ്പ്യൂട്ടർ വേറെ ഒരു സെൻറ്ററിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇൻ്റർനെറ്റ് ആക്സസ് നമുക്ക് ഉണ്ടല്ലോ. അപ്പം ബ്രെയിൽ പഠിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയ ടോമിയിൽ നിന്ന് ഡിജിറ്റൽ ബ്രെയിലായി, അപ്പം ടാക്ടൈൽ ബ്രെയിലായി. അതും കൂടെ ബ്രെയിലും നമ്മുടെ ടോക്സും കൂടെ ഉള്ള സ്ഥിതിക്ക് പല ജോബ് ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അത് നോക്കിയിട്ട് ഞങ്ങൾ കൂടുതൽ ജോബ് ഫോക്കസ്ഡ് ആയിട്ട് കഴിഞ്ഞ 13 വർഷമായിട്ട് ഇൻഫോ പാർക്കിൽ നിന്ന് മാറി നമ്മുടെ 6 മാസം ഞങ്ങളൊന്ന് യൂട്യൂബിൽ നോക്കി എന്താ റൂൾസ്, എങ്ങനെ മൂവ് ചെയ്യുന്നത്, ഇതിനൊരു എങ്ങനെ നമ്മൾ ആക്ച്വലി വേറെ ആൾക്കൊരു പന്ത് തട്ടുന്നേ, അതിനൊരു സ്കില്ല് വേണമല്ലോ, കേട്ടാണല്ലോ. പിന്നെ അത് മനസ്സിലാക്കി വന്നപ്പം ഇവർക്ക് നല്ല എന്തൂസിയാസം, നിങ്ങളെപ്പോലെ തന്നെ നല്ല ഒരു എന്തൂസിയാസ്റ്റിക് ഒരു യങ് ഗ്രൂപ്പായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ബോൾ വെച്ചിട്ട് സൈഡ് ബോർഡൊന്നും ഇല്ല, ഒരു ഗ്രൗണ്ട് പോലും ഇല്ല, എനിക്ക് ചുമ്മാ ഓപ്പൺ equipment, rules, the following rules are official rules of blind football. All players must follow these rules to ensure safety and equal. അല്ലെങ്കിൽ സ്പോർട്സിന് എന്താ പ്രാധാന്യം നമുക്ക് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാനുമാണ്. ഡാബീസ് പറഞ്ഞ പോലെ നമ്മളൊരു ബ്ലൈൻഡ് സ്കൂളിൽ വരുമ്പോൾ പഠിക്കാനായിട്ട് അത് എല്ലാ ആസ്പെക്റ്റും ബോഡി ഡെവലപ്പ് ചെയ്യാൻ, മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ, കോൺസെൻട്രേഷൻ വരാൻ, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ. അതായത് റോഡ് എങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ റോഡിൽ വരുന്നത് പുറത്തേക്കാണല്ലോ പോകുന്നത്, ഒറ്റയ്ക്ക് പോകാൻ അല്ലേ അല്ലേ നിങ്ങൾ നടക്കാൻ പോവല്ലേ? ആണല്ലോ. അതിന്റെ ഹെൽപ്പ് എടുക്കാൻ നടക്കാൻ പോവല്ലേ? സ്വന്തം ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കാൻ പോവാണ്. ഓക്കെ, ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയിൻ വെച്ച് ചെയിൻ യൂസ് ചെയ്യണം. ആദ്യം ചെയിൻ യൂസ് ചെയ്യണം. പ്ലേസ്മെന്റ് ചെയ്യുന്ന ചെയിൻ മടക്കി വീട്ടിൽ വെക്കണം. വെക്കുന്നുണ്ടോ ആരല്ലോ? ഇല്ലല്ലോ, ഇല്ല. അവൻ വെക്കുന്നുണ്ട് അല്ലേ? പക്ഷേ നിങ്ങളെല്ലാം കുട്ടികളാകുമ്പോൾ ആ നമ്മൾ കിട്ടുന്ന ഈ ചെയിൻ ട്രെയിനിങ്, മൊബിലിറ്റി ട്രെയിനിങ് എന്നല്ല പറയുന്നത്, കേട്ടിട്ടുണ്ടോ? മൊബിലിറ്റി ട്രെയിനിങ് കിട്ടുന്ന സ്ഥിതിക്ക് നമുക്ക് ചെയിൻ യൂസ് ചെയ്യുന്നത് ധൈര്യമായി നമുക്കെന്താ ആവശ്യം? നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാറ്, പുറത്തിറങ്ങുമ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് നടന്ന് കോൺസെൻട്രേഷൻ, നമ്മുടെ ഫോക്കസ്, നമ്മുടെ കാര്യങ്ങൾ ആ റോഡിൻ്റെ ലെഫ്റ്റ് കൂടെയോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്നറിയാം? നമ്മൾ ഈ കളിക്കാൻ പോകുന്ന ഈ സ്പോർട്ടില്ലേ, ഗ്രൗണ്ടിനകത്ത് വരുമ്പോൾ ഏതൊക്കെ മടക്കി വെച്ച് ബാഗിൽ വെച്ച് ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെ നടന്ന്
പറയുന്ന പോലെ ഗ്രൗണ്ടിനകത്തോട്ട് കയറി നിങ്ങളുടെ പന്ത് ഒരു ബോൾ കിലുക്കുള്ള ബോൾ ഉണ്ടോ എനിക്കറിയില്ല, പക്ഷേ കിലുക്കുള്ള ഒരു ബോൾ ഉണ്ട്. കിലുക്കുള്ള ഒരു ബോൾ നമ്മുടെ കാലയിലോട്ട് ഇടാൻ പോവാണ് നമ്മൾ കോച്ച്. ഇത്രയും നാള് നമ്മൾ എവിടെയൊക്കെയോ പിടിച്ചു നടന്നില്ലേ, ആരെയൊക്കെ പിടിച്ചു, അല്ലെങ്കിൽ കൈയോ കാലോ ആരെയൊക്കെ തോളത്ത് പിടിച്ചു അല്ലേ. ഇപ്പൊ വരാൻ പോകുന്ന എന്താ പ്രശ്നം? എന്താ ഒറ്റയ്ക്ക് നമ്മൾ ഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളും ഒരു അത്യാവശ്യം ഒരു ഗ്രൗണ്ട് ഉണ്ട് നമ്മുടെ സൈഡിൽ. ഈ ബോളിൻ്റെ കിലുക്കം, ഈ ബോളിൻ്റെ കിലുക്കിലാണ് ബാക്കി നമ്മുടെ ഈ ലോകം ഗ്രൗണ്ടിനകത്ത്. പക്ഷെ ഇതിനകത്തൊരു രണ്ടു കാര്യമാണ്. എല്ലാവരും ഓടി ഈ ബോളിന്റെ പുറകെ പോകാൻ പറ്റില്ല. നമുക്ക് കാല് വെച്ച് ഇപ്പൊ കയ്യിലെടുത്ത് ഓടാൻ പറ്റില്ല. ഫുട്ബോൾ അല്ലേ? അതെ. ക്രിക്കറ്റ് അല്ലല്ലോ, അല്ല. ഹാൻഡ് ബോൾ അല്ലല്ലോ, ത്രോ ബോൾ അല്ലല്ലോ. കാല് വെച്ച് ഓടുമ്പം വേറെ എവിടെയൊക്കെയോ ഒച്ചകൾ കേൾക്കാം, വേറൊരാൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ലേ, എങ്ങോട്ടാണ് ഓടേണ്ടത്? ഓരോ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചു, പിന്നെ ചോറിട്ട് വട്ടം കറക്കുവാണല്ലോ നമ്മൾ അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡ് ആദ്യം ഗ്രൗണ്ടിൽ കയറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോൾ പോസ്റ്റ് എവിടെയാണ്. അത് നമ്മുടെ ലക്ഷ്യം എന്തോ ഗോൾ പോസ്റ്റാണ്. നമ്മുടെ ഗോൾ പോസ്റ്റ് ഒരു സൈഡിലും അപ്പുറത്തെ ടീമിൻ്റെ ഒപ്പോണൻറ്റ് ഗോൾ പോസ്റ്റ് വേറെ സൈഡ്. ഫുട്ബോൾ എന്ന കളി കാലയിൽ വെച്ച് ഒപ്പോണൻറ്റ് ഗോൾ പോസ്റ്റിനകത്തോട്ട് ഗോൾ അടിക്കുക അല്ലേ. ആർക്കെങ്കിലും ഡോക്ടറുണ്ടോ? അതിന്റെ ഫുട്ബോൾ എന്ന് പറ്റി എല്ലാവർക്കും അറിയാം. മെസ്സിനെ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ കാണുന്നേ നിങ്ങളെല്ലാം ഒരു മെസ്സി ആകാൻ പോവാണ് അല്ലേ? അതെ. മെസ്സിയാണോ റൊണാൾഡോ ആണോ? റൊണാൾഡോ ആണോ? ഓ ശരി, റൊണാൾഡോ വേണം. ഞങ്ങളുടെ ഇടയിലുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിന് ആരെയും പരിചയമുണ്ടോ? നമുക്കൊരു ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു റൊണാൾഡോ ഉള്ളതായിട്ട് അറിയാമോ? ബ്ലൈൻഡിന്റെ ഇടയിൽ തന്നെ കില്ലിങ്ങിനെ അറിയാമോ? കില്ലിങ്ങിനെ അറിയാം. ഒരു വേറെ ആരെയും പേര് കേട്ടിട്ടുണ്ടോ? കളിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. നമുക്കൊരു ഞാൻ പറഞ്ഞത് കളിച്ചിട്ടുണ്ട്, പലരും കളിച്ചിട്ടുണ്ട്. അനീഷിന്റെ പേര് കേട്ടിട്ടുണ്ടോ? നമുക്ക് കുറച്ച് പേരെയും കൂടെ ഈ ദിവസങ്ങളിൽ പരിചയപ്പെടാം. അടുത്ത 2 മാസം ഞങ്ങളിവിടെ ഇന്ത്യ ക്യാമ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ. അപ്പം പതുക്കെ വന്ന് നമ്മളെല്ലാവരെയും കാണും. സാധിച്ചു പരിചയപ്പെട്ടു. ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഗ്രൗണ്ടിലേക്ക് വന്നത് ഓപ്പോണന്റ് ടീമുണ്ട്. നമ്മുടെ ടീമിൽ എത്ര പേരുണ്ട്? എത്ര പേരുണ്ടാവും ഒരു ബ്ലൈൻഡ് ഫുട്ബോൾ? 5 പേര്. അപ്പം നമുക്ക് ഗോൾ കീപ്പറിന് കാഴ്ചയുള്ള സ്ഥിതിക്ക് ഗോൾ കീപ്പറിനെ നമുക്ക് ഒഴിവാക്കാം. പുള്ളി ആ ഗോൾ പോസ്റ്റിന് മുമ്പിൽ നോക്കിയത്തോളൂ. അല്ലെങ്കിൽ 4 പേരുണ്ട് നമ്മുടെ ടീമിൽ. അപ്പുറത്തെ ടീമിൽ 4 പേരുണ്ട്. ഓർക്കുന്നുണ്ടോ? കയ്യിലല്ല കേട്ടോ ബോള്, കാലയിലാണേ. കാലിന് ബോൾ പോകാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കുക, കാലിന് ബോൾ പോകാൻ നീങ്ങാൻ പാടില്ല. അപ്പുറത്തെ ടീമിൽ 4 പേരുണ്ട്. നമ്മുടെ ടീമിൽ, നമ്മുടെ വാറിയർ ടീമിൽ, ക്ലബിൻ്റെ വിഷൻ വാറിയർ ടീമിൽ 4 പേരുണ്ട്. അപ്പോൾ നമ്മളും 4 പേരുമായിട്ടും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ്, എന്ത് സംസാരിക്കണം? ബോയ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ടീമാണ് നമ്മുടെ അടുത്ത് പറയുന്നത് അല്ലേ. നമ്മൾ അങ്ങോട്ട് പോകല്ലേ, അല്ലെങ്കിൽ നമ്മൾ കാലയിൽ ബോളുണ്ട് സ്ഥിതിക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളൊന്നും പറയാതിരിക്കും. അപ്പോൾ നമ്മുടെ ടീമിൽ ഒരാളുണ്ടെങ്കിൽ ഹേ മുഹമ്മദ് ഇങ്ങോട്ടിട്, അല്ലെങ്കിൽ അസ്കറെ ഇങ്ങോട്ടിട്. അപ്പം നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് പേര് വിളിക്കാം. നമ്മൾ ഒരിക്കലും ബോയ് പറയാൻ പാടില്ല. ഓക്കെ, നമ്മുടെ ആൾക്കാരെ മനസ്സിലാക്കുന്നത് പേര് വെച്ചാണ്. 4 പേര് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. ഈ 4 പേർക്കും കോച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരൊക്കെയാണ് 4 പേര് ഇറങ്ങുന്നതെന്ന് ചോദിച്ചാൽ 4 പേര്. അപ്പൊ ആ പേരുകളാണല്ലോ നിങ്ങൾക്ക് മനസ്സിലെന്താ വേണ്ടി. ബാക്കി എല്ലാ സൗണ്ടും മാറ്റി വെക്കും. ഈ 4 പേരുടെ പേര് വിളിച്ച് കളിക്കാൻ പഠിക്കും. പിന്നെ ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സാധനം ചെറിയ ഗ്രൗണ്ട്, അത്രയും വലിയ ഗ്രൗണ്ട് അല്ല. നമ്മൾ ഓട്ടത്തിൽ അത്രയും റേസ് ട്രാക്ക് ഉണ്ട്, റണ്ണിങ് റേസ് ട്രാക്ക് ഉണ്ടല്ലോ, ട്രാക്കിന് അത്രയും വലുപ്പമില്ല, ചെറിയൊരു ഗ്രൗണ്ടാണ്. പിന്നെ എല്ലാവരും ഒരു ബോളിന് പുറകെ ഓടേണ്ട ആവശ്യമില്ല. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ആരാണോ അങ്ങോട്ട് പോകും. കോച്ച് പറയുന്നതനുസരിച്ച് ബോളിനൊപ്പം പോകാം. പിന്നെ അതിനകത്ത് വേറെ ഒരു സ്കിൽ എന്ന് പറയുമ്പോൾ, സാധാ ഫുട്ബോളിൽ മെസ്സി റൊണാൾഡോ ഒക്കെ കിട്ടുന്നുണ്ടോ ഒരു ടീമാണ്. നിങ്ങളൊരു ടീമായിട്ട് കളിക്കുമല്ലേ, ഒരു ടീമായിട്ട് പാസ് ചെയ്ത് കളിക്കും. നമ്മൾ ഈ ബ്ലൈൻഡ് ഫുട്ബോളിലെ സ്കിൽ എന്ന് പറഞ്ഞാൽ അതെ നമ്മളുടെ സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം കൺട്രോൾ ബോളിൽ വെക്കാവോ, അതാണ് നമ്മുടെ സ്കിൽ. സാധാ ഫുട്ബോളിൽ നമ്മൾ പാസ് ചെയ്ത് കളിക്കുമല്ലേ, നമ്മൾ പൊക്കി അടിക്കുക, അല്ലെങ്കിൽ ക്രോസ് ചെയ്യുമെന്ന് പറയും, അല്ലെങ്കിൽ റൺ ചെയ്യുമ്പം കേട്ടിട്ടുണ്ടോ, കമൻട്രി കേട്ടിട്ടുണ്ടോ, പുള്ളി സ്വീപ്പ്. അതെ. പക്ഷേ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമ്മൾ
ഡ്രിബിളിംഗ് ആണ് നമ്മുടെ സ്കില്ല്. നമ്മുടെ ഡ്രിബിളാണ്. നമ്മൾ ഡ്രിബിളിലാണ് അത്യാവശ്യം ബോൾ താഴെ വെച്ചിട്ട് നിങ്ങൾ എല്ലാം പഠിപ്പിക്കാൻ പറ്റില്ല ഇപ്പം, പക്ഷെ ഞാൻ പറയുന്ന സമയം കിട്ടുമ്പോൾ ബേസിക്സ് എന്നിട്ട് കാല് ബോളിൻ്റെ മേളിൽ വെച്ച് ഡ്രിബിൾ ചെയ്യാം, ബോളിൻ്റെ സൈഡിൽ വെച്ച് ഡ്രിബിൾ ചെയ്യാം, നിങ്ങൾ 1 സ്റ്റെപ്പ് ഫ്രണ്ടിൽ ഡ്രിബിൾ ചെയ്യാം, ആൾ വരുമ്പോൾ പുള്ളിയെ ബീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനെല്ലാം ഏറ്റവും ഉപരി നമുക്കെന്തോ കോൺസെൻട്രേഷൻ അതിലേക്കാണ് വരും. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും സ്കൂളിൽ നടക്കുമ്പോഴും വീട്ടിൽ നടക്കുമ്പോഴും ഗ്രൗണ്ടിലും വേണ്ടത് ഇതിനകത്ത് ശ്രദ്ധ, കോൺസെൻട്രേഷൻ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ഫാക്ടറീസ്, അതായത് ബാക്കി കാര്യങ്ങൾ, നിങ്ങളുടെ കേൾവി ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങൾക്ക് ബാക്കി എവിടെ ആൾക്കാരാണെന്ന് മനസ്സിലാവും. സാധാരണ ആൾക്കാർ, ഈവൻ ലാബി സാറിനോ എനിക്കോ, ഞങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതായത് കണ്ണടച്ച് നമ്മളൊന്ന് ഇരിക്കും. ഞാൻ മാത്രം എനിക്ക് ബോൾ അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ മാത്രമേ കളിക്കില്ല. വലിയൊരു ഗ്രൗണ്ടിൽ ഞാൻ മാത്രം കളിച്ചിട്ട് കാര്യമില്ല. ഇത് ചെസ്സല്ല, ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്ന കളിയല്ല. അപ്പോൾ ഒരു ടീമായിട്ട് കളിക്കുമ്പോൾ കുറേ അതിനകത്ത് പ്രോബ്ലം ഉണ്ട്. ഒരാൾ ചിലപ്പോൾ ഓട്ടത്തിൽ നല്ലതല്ല, അല്ലെങ്കിൽ ഡ്രിബിൾ നല്ലതല്ല, പുള്ളിയുടെ സെത്ത പോരാ. അപ്പോൾ നമ്മളത് മേക്കപ്പ് ചെയ്യണം. അവൻ്റെ കുറവ് അല്ലെങ്കിൽ അവളുടെ കുറവ് നമ്മൾ ആ മേക്കപ്പ് ചെയ്യണം. നമ്മൾ അങ്ങനെ കളിച്ചാലേ ഉള്ളൂ ഒരു ടീമായിട്ട് നമ്മൾ വിജയിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, സാറേ എനിക്ക് എൻ്റെ കളിയേ ഉള്ളൂ, അവനെന്തോ ചെയ്തു, എൻ്റെ ബോൾ അങ്ങോട്ട് ഇട്ടു, അവന് ബോൾ എടുത്തില്ല, അല്ലല്ലോ, അവൻ്റെ കാലിൽ ഒപ്പം ഇടുന്നു, അല്ലെങ്കിൽ തെറ്റുകൾ നടക്കും, അപ്പുറത്തെ ആൾ ബോൾ പാസ് ചെയ്യുമ്പോൾ ചിലപ്പം അതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളുടെ ഒപ്പം ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ടീം എന്ന് പറയുമ്പോൾ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഒരാൾ മുന്നോട്ട് വയ്ക്കും, ചിലപ്പോൾ പുറകോട്ടായിരിക്കും. ആ ലീഡർ, അതിനകത്തെ മെയിൻ ആൾ മറ്റേ ആളെയും കൂടെ ഒപ്പം ഓട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഡ്രിബിളിലേക്ക് കൊണ്ടുപോകും. 40 മിനിറ്റിൻ്റെ കളിയാണ്. സോറി, ഇപ്പം 50 മിനിറ്റ്സ്. അപ്പം പക്ഷേ 2020 കളിക്കാൻ പഠിക്കാറുണ്ട്. ബിക്കോസ് യങ് ഏജ് തന്നെ വരും. അപ്പോൾ 2020 ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഈ വേർഡ്സ്. പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഇതെല്ലാം ഇമ്പ്രൂവ് ആവും. പിന്നെ സാർ പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമ്മൾ ജയിക്കില്ല, അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാനിവിടെ എത്തി, എനിക്കൊരു ഇന്ന് കിട്ടിയ ഈ അവസരം ഏറ്റവും വലുത്, അതാ മനസ്സിലാക്കുക. എനിക്ക് ഇന്ന് കിട്ടിയ ഈ അവസരം ഏറ്റവും വലിയൊരു അവസരം. ഞാനിത് എന്ത് ചെയ്യും? എത്രയോ പേർക്ക് അവസരം കിട്ടുന്നില്ല, അല്ലേ? എത്രയോ പേർക്ക് ഈ അവസരം കിട്ടുന്നില്ല. നിങ്ങളെ പോലെ ബ്ലൈൻഡ് ഫുട്ബോൾ കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുത്തത് അവർ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ ബെസ്റ്റ് ചെയ്യും. ഞാൻ ബെസ്റ്റായിട്ട് ഈ അവസരം ഇത്ര ഉള്ളൂ എനിക്ക് പറയാൻ. പക്ഷേ ഞാൻ ബേസിക് ആയിട്ട് ഇതൊക്കെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഫുഡ് കഴിച്ച് അത് ഗോൾ കീപ്പർ, നമ്മുടെ ഗോൾ കീപ്പർ. തുടങ്ങിയോ? നമ്മള് മിക്സ് ചെയ്ത് കളിക്കാന്ന് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കില്ലിങ് നമ്മുടെ ടീമിൽ കളിക്കും, സാഹലിന്റെ കൂടെ ഭദ്ര കളിക്കാൻ, മറ്റെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കളിക്കുന്ന രീതിയിൽ കളിക്കാനാണ് സാർ ഉദ്ദേശിച്ചത്.